യഹ്യാ നബി അലൈഹിസ്സലാം ജീവിതത്തിൽ ആകെ ഒരൊറ്റ തവണയാണ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചത്, പിന്നെ കഴിച്ചിട്ടില്ല. യഹ്യാ നബിന്റെ അടുത്ത് ഇബ്ലീസ് വന്നപ്പോ യഹ്യാ നബി ചോദിച്ചു, അല്ലേ ഇബ്ലീസേ, നിനക്ക് തീരെ പിടിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ടോ അള്ളാന്റെ ദുനിയാവിൽ? ഉണ്ടെന്ന് പറഞ്ഞു. ആരാണ്? നിങ്ങളെ പോലത്തെ നബിമാര്, ഒരു നിലക്കും കിട്ടൂല. എന്നാലും നീ ഒന്ന് ശ്രമിക്കുമെന്ന് വെച്ചപ്പോ ഇബ്ലീസ് പറഞ്ഞു, ഞാൻ ശ്രമിക്കും, ഞാൻ ശ്രമിക്കും, നിങ്ങളെ കിട്ടുമെന്ന്. പലപ്പോഴും ഞാൻ അങ്ങനെ നോക്കും, പക്ഷെ കിട്ടൂല. എത്ര കറക്കിയാലും നിങ്ങളെ കിട്ടൂല. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരല്ലേ? യഹ്യാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്നെ നീ നോക്കിയിട്ടുണ്ടോ കിട്ടാൻ? ഒരിക്കൽ നോക്കിയിട്ടുണ്ട്. ഒരിക്കൽ. അതെപ്പോഴാ? അപ്പൊ യഹ്യാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ മാസം നിങ്ങൾ അടുത്ത ഒരാളെ വീട്ടിൽ, ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഒരു സദ്യക്ക് പോയില്ലേ ഭക്ഷണം കഴിക്കാൻ? ആ പോയി. നല്ല രുചികരമായ ഭക്ഷണം, പതിവിൽ കവിഞ്ഞ് കുറച്ചുകൂടി നിങ്ങൾ ഭക്ഷിച്ചില്ലേ? ആ ഭക്ഷിച്ചു. അന്ന് നിങ്ങൾ എഴുന്നേൽക്കാൻ കുറച്ച് വൈകിയില്ലേ സുബൈന്റെ മുമ്പ്? ആ അതന്നെ. അത് നിങ്ങൾ നോക്കി, ഫുള്ള് കിട്ടിയില്ല, കുറച്ച് കിട്ടിയതുള്ളൂ. കുറച്ചുകൂടി നിങ്ങളെ ഭക്ഷിപ്പിക്കാനായിരുന്നു എന്റെ ശ്രമം, പക്ഷെ നിങ്ങൾ നിർത്തി. നിങ്ങൾ നിർത്തിയപ്പോ ആ നിർത്തിയതിനനുസരിച്ചാണ് അവിടെ എഴുന്നേറ്റത്. സാധാരണ നിങ്ങൾ 4 മണിക്ക് എഴുന്നേൽക്കുന്ന നിങ്ങൾ അന്ന് വൈകി, 4:30 തഹജ്ജുദ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അന്ന് വൈകി. അങ്ങനെ അന്ന് നീയാണല്ലേ വൈകിപ്പിച്ചത്? ആ അതെ. എന്നാൽ ഇനി മേലാൽ ഒരൊറ്റ സമയത്തും മരിക്കുന്നത് വരെ സാധാരണ കഴിക്കുന്നതിലപ്പുറം ഒരു ഭക്ഷണം ഏറെ ഞാൻ കഴിക്കൂല. പ്രതിജ്ഞ എടുത്തുപോയി യഹ്യാ നബി അലൈഹിസ്സലാം. ഇനി ഒരിക്കലും ഏറെ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമല്ല. എന്റെ നിസ്കാരം നീ കുറച്ച് പിന്തിച്ചു അല്ലേ? അപ്പോഴാണ് ഇബ്ലീസ് പറയുന്നത്, നിങ്ങളെ പോലത്തെ ആളുകൾക്ക് വാല് പറഞ്ഞു കൊടുത്താൽ മനുഷ്യന്മാരൊക്കെ നന്നായി പോകും, അതുകൊണ്ട് ആർക്കും ഇനി ഉപദേശിക്കുന്ന പ്രശ്നമില്ല, എല്ലാവർക്കും ഉപദേശം പറഞ്ഞു കൊടുക്കുന്ന ശൈലി ഞാൻ നിർത്തി. ഞാനൊരു കാര്യം പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ ഇത്ര പെട്ടെന്ന് പ്രതിജ്ഞ എടുത്താൽ പിന്നെ എന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പലരും പോകൂലേ? അവന്റെ ദുർബോധനം ചെറുതല്ല സഹോദരങ്ങളെ.